മസാല ബോണ്ട് ഇടപാടിലെ ഇഡിയുടെ സമൻസ് ചോദ്യം ചെയ്ത് തോമസ് ഐസക് നൽകിയ ഉപഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. കിഫ്ബിയുടെ ഹർജിക്കൊപ്പമാണ് ഐസക്കിന്റെ ഹർജിയും സിംഗിൾ ബെഞ്ച് പരിഗണിക്കുന്നത്. ഐസക്കിനെ ചോദ്യം ചെയ്തേ മതിയാകൂ എന്നാണ് ഇഡിയുടെ നിലപാട്. വിവരങ്ങൾ നൽകാൻ രേഷ്മ ബാബു ഉണ്ട്. രേഷ്മ, ഐസക് ഒടുവിൽ ചോദ്യം ചെയ്യലിന് ഹാജരായേ മതിയാകൂ എന്നൊരു നിബന്ധനയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ദേവിക, മസാല ബോണ്ട് ഇടപാടിലെ ഇഡിയുടെ സമൻസുകൾ ചോദ്യം ചെയ്തുകൊണ്ട് കിഫ്ബിയും അതോടൊപ്പം തന്നെ തോമസ് ഐസക്കും നൽകിയ ഹർജികളാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ മുന്നിലുള്ളത്. നേരത്തെ ഈ 7ാം തവണ സമൻസ് അയച്ചതിൽ ഹൈക്കോടതി ഒരു ഇടക്കാല ഉത്തരവ് നൽകിയിരുന്നു. അതായത് തോമസ് ഐസക്കിനെതിരെ തുടർ നടപടികൾ തൽക്കാലത്തേക്ക് പാടില്ല, തൽസ്ഥിതി തുടരാനുള്ള ഒരു ഇടക്കാല ഉത്തരവായിരുന്നു അന്ന് ഇലക്ഷൻ സമയത്ത് ഹൈക്കോടതി ഇറക്കിയത്. അതിനുശേഷം വിശദമായിട്ട് വാദം കേൾക്കാനായിട്ടായിരുന്നു ഇന്നത്തേക്ക് ഇരു ഹർജികളും ഹൈക്കോടതി മാറ്റിയത്. പ്രധാനമായിട്ടും തോമസ് ഐസക് പറയുന്നത് ഈ മസാല ബോണ്ട് ഇടപാടിൽ അതിൽ കൃത്യമായിട്ട് നിയമം പാലിച്ചുകൊണ്ട് തന്നെയാണ് മസാല ബോണ്ട് ഇറക്കിയത്. RBIയുടെ അനുമതിയോടുകൂടി തന്നെയാണ്. കിഫ്ബിയുടെ രേഖകൾക്കപ്പുറത്തേക്ക് തനിക്ക് കൂടുതലൊന്നും വിശദീകരിക്കാൻ ഇല്ല എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് തോമസ് ഐസക് ഹർജിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. പക്ഷേ ഇഡി നൽകിയിട്ടുള്ള സത്യവാങ്മൂലത്തിലടക്കം തോമസ് ഐസക്കിനെതിരെ ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകളുണ്ട്. അതായത് മസാല ബോണ്ട് ഇടപാടിലെ ഫെമ നിയമലംഘനങ്ങളാണ് ഇഡി അന്വേഷിക്കുന്നത്. ഈ ഫെമ നിയമലംഘനങ്ങൾ സംബന്ധിച്ച് തോമസ് ഐസക്കിന് അറിവുണ്ടായിരുന്നുവെന്ന് സംശയിക്കുന്നു എന്നും കിഫ്ബി നേരത്തെ തന്നെ രേഖാമൂലം മറുപടി നൽകിയിട്ടുണ്ട്. ഈ രേഖകൾ പ്രകാരം ഇക്കാര്യം അത് സ്ഥിരീകരിക്കുന്നു എന്നാണ് ഇഡി ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രവുമല്ല, ഈ മസാല ബോണ്ട് ഇടപാടിന്റെ നിയമസാധുത പരിശോധിക്കണമെങ്കിൽ തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്തേ മതിയാകൂ എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് ഇഡി തുടർന്ന് പോരുന്നത്. നേരത്തെ ഇലക്ഷൻ സമയത്താണ് അവസാനമായിട്ട് തോമസ് ഐസക്കിന് ഇഡി സമൻസ് അയച്ചത്. എന്തായാലും ഐസക്കിനെ ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ ഈ അന്വേഷണം മുന്നോട്ട് പോകൂ എന്നുള്ള ഒരു കാര്യം കൂടി കഴിഞ്ഞ തവണ ഹൈക്കോടതി മുൻപാകെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കിയ ഒരു സാഹചര്യമുണ്ട്. പക്ഷേ കിഫ്ബി ഉദ്യോഗസ്ഥർ പലതവണ ഹാജരായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ നൽകിയ രേഖകൾക്കപ്പുറത്തേക്ക് തനിക്ക് കൂടുതൽ വിശദീകരിക്കാനൊന്നും ഇല്ലെന്ന് തന്നെയാണ് മറുവാദം തോമസ് ഐസക് ഉന്നയിച്ചിട്ടുള്ളത്. എന്തായാലും വിശദമായിട്ട് തന്നെ ഈ വിഷയത്തിൽ വാദം കേൾക്കാനാണ് ഹൈക്കോടതിയുടെ തീരുമാനം. നേരത്തെ ഈ ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ ഈ സമൻസ് അയച്ച വേളയിൽ തോമസ് ഐസക് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നുവെങ്കിലും ഈ അന്വേഷണം തുടരാനുള്ള ഒരു അനുമതി ആയിരുന്നു ഹൈക്കോടതി നൽകിയിരുന്നത്. എന്തായാലും ഇന്ന് വിശദമായിട്ട് തന്നെ ഈ 2 ഹർജികളിലും കിഫ്ബിയുടെയും അതോടൊപ്പം തന്നെ തോമസ് ഐസക്കിന്റെയും ഹർജികളിൽ ഹൈക്കോടതി വിശദമായിട്ട് തന്നെ വാദം കേൾക്കും. ദേവിക. രേഷ്മ ബാബു വിവരങ്ങൾ പങ്കുവച്ചു.